ഹലോ ഗൈസ്, അപ്പോൾ 3Z കിച്ചണിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി ചോറാണ്. ബീഫ് കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചോറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് വൃത്തിയാക്കി അതിലോട്ട് കാശ്മീരി മുളക് പൊടി മഞ്ഞളുപ്പും പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു സവാള, 2 തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടീസ്പൂൺ അത്രയും വേണം. അതിനുശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ബീഫ് വെന്താലാണ് നമ്മുടെ ചോറിൻ്റെ സമയത്തിട്ടാൽ എല്ലാം കൂടെ വേവില്ല. അപ്പോൾ ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം, ബീഫ് വേവേണ്ട വെള്ളം വെച്ചിട്ട് നമുക്കൊന്നത് 3-4 വിസിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം അവിടെ അരി എടുക്കുന്നത് റേഷൻ അരിയാണ്. റേഷൻ അരി എടുത്തിട്ട് അതിലോട്ട് നമുക്ക് നന്നായി വൃത്തിയാക്കുക. ഏത് അരി എടുക്കാം കേട്ടോ. അപ്പോൾ റേഷൻ അരി എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ 3-4 വിസിലിന് ശേഷം നമ്മളിതാ കുക്കർ തുറന്നപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. വീട്ടിൽ തന്നെയുള്ള മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതാണ് കൂടെ ലേശം ഒരു നുള്ളിട്ടോ. പിന്നെ കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബീഫ് മസാല, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിട്ട് കൊടുത്താൽ. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരി മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പ്ലസ് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും കൂടെ അടിച്ച് അപ്പം തന്നെ ഓഫാക്കണം കേട്ടോ. അപ്പം തന്നെ നന്നായി വെന്ത് സൂപ്പറായി കിട്ടും. അധികം വേവ് അടി പിടിക്കുകയില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കിയ ചോറാന്ന് പറയില്ല, കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വെച്ചും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ലഞ്ച് ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ ഏത് രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും, ഏതൊരു അവസരത്തിലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല പച്ച ചമ്മന്തിയും അതുപോലെ നല്ല തൈരൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറുങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളൊരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും എങ്ങനെയുണ്ട് റെസിപ്പി എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഇറച്ചിച്ചോറ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.